അപ്പൊ ഞങ്ങള് പട്ടായയിലെത്തി. ഇതേ കണ്ടില്ല. അപ്പൊ പട്ടായയിൽ ഇനി നമുക്ക് പൊളിക്കണ്ടേ? മുതലത്തല കണ്ടോ? തല തല നല്ല Costly breakfast. What, sir? A rich man. Costly breakfast. പുരിയില്ല സർ. ഞാൻ പണക്കാരനാണ്. എനിക്ക് സാപ്പിടാൻ പറ്റിയ വില പിടിച്ച ഫുഡുകൾ കൊണ്ടുപോവാ. ദോശ, പുട്ട്, കടല അങ്ങനൊന്നും വേണ്ട. ഈ മതാമരെന്താ കഴിക്കുക അത് കൊണ്ടുപോവാ. ഇങ്ങനെയൊന്നും അല്ലടാ. എടേ ഇത് നമുക്കിന്ന് പോണ്ടേ? യൂ എന്റെ ഒരു കൈ എവിടെയാടേ? ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് പട്ടായ ബീച്ചിലേക്കാണ്. പട്ടായയിലെ കോറൽ ഐലൻഡിലാണ്. കോറൽ ഐലൻഡിലെ കാഴ്ചകൾ നമുക്ക് കാണാം. ഫ്രണ്ട്സ്, എല്ലാവർക്കും ടീ ഫ്രീക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ തായ്ലൻഡ് ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. ഇപ്പോൾ ഞങ്ങൾ പട്ടയയിലാണ് ഉള്ളത്. പട്ടയയിൽ നിന്ന് ഞങ്ങൾ കോറൽ ഐലൻഡിലേക്കാണ് ഇന്ന് പോകുന്നത്. രാവിലെ തന്നെ നമ്മുടെ കോച്ചായ ബോ പണി തുടങ്ങിയിട്ടുണ്ട്. ഈ ബീച്ചിനെ കുറിച്ചും ഈ കടലിനെ കുറിച്ചും തായ്ലൻഡിനെ കുറിച്ചും ഒക്കെയുള്ള കഥകളൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നല്ല ക്രൗഡഡ് ആണ് ബീച്ച് ആണെങ്കിൽ തന്നെയും. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ ഇവിടെ പട്ടായയിൽ ബീച്ചിലെത്തിക്കുവാണ്. ഇവിടെ ഇനി കുറേ വാട്ടർ ആക്ടിവിറ്റീസും പാരാസീലിങ്ങും അങ്ങനെയുള്ള കുറേ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ പട്ടായയിലെത്തി. ഇതേ കണ്ടില്ല. അപ്പം പട്ടായയിൽ ഇനി നമുക്ക് പൊളിക്കണ്ടേ? ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ പട്ടായയിലെ ബീച്ചിൻ്റെ വ്യൂ. ഇവിടെ നിറച്ച് ബോട്ടുകളും സ്പീഡ് ബോട്ടുകളും അങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇവിടെ പട്ടായ ബീച്ചിൽ നിന്ന് കോറൽ ഐലൻഡിലോട്ട് പോവുകയാണ്. ഇവിടുന്ന് ബോട്ട് പിടിച്ചിട്ട് വേണം നമുക്ക് കോറൽ ഐലൻഡിലോട്ട് പോകാൻ. അപ്പം നമ്മൾ ബോട്ടിലേക്ക് കയറുകയാണ്. പട്ടായയിലെ ബോട്ടിലേക്ക് കയറുന്ന സീൻസാണ്. ഹായ് ബോ മാം. ബോട്ടിൽ കയറി ഇരുന്ന് ഉടനെ തന്നെ നമ്മൾ ലൈഫ് ജാക്കറ്റ് ഒക്കെ എടുത്ത് ഇടുകയാണ്. സേഫ്റ്റി മുഖ്യം ബിഗിലേ. ഫ്രണ്ട്സ്, അപ്പം എന്താണ്ട് ഞങ്ങൾ പാരാസൈലിംഗ് സൈഡിലെത്തിയിരിക്കുകയാണ്. ഈ കാണുന്ന ബാർജിൽ നിന്നാണ് പാരാസൈലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, അപ്പം എന്താണ്ട് എൻ്റെ കയ്യിൽ ഒരു പച്ച കുത്തി ഇട്ടിട്ടുണ്ട്. അതുപോലെ അച്ഛൻ്റെ കയ്യിൽ വേണ്ട. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ തന്നെ പാരാസൈലിംഗ് ചെയ്യാൻ പോവാണ്. ഫ്രണ്ട്സ്, ഇവരാണെങ്കിൽ എനിക്ക് ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടെന്ന് എന്നെ സെറ്റാക്കിയതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞാൽ അതിൻ്റെ പുറകെ പോയിക്കാം. അങ്ങനെ വേണ്ട പാരാസൈലിംഗ് ചെയ്യാനായിട്ടുള്ള വെയിറ്റിംഗിൽ ഇരിക്കുവാണ് കേട്ടോ. എന്ത് പരിപാടി? ലൈഫ് ജാക്കറ്റ് ഒക്കെ നിന്നിട്ടോട്ടെ. പാരാസൈലിംഗ് പോകാൻ പേടിയുണ്ടോ? സത്യം പറയടാ. ഫ്രണ്ട്സ്, അപ്പോൾ വേണ്ട ആ ലൈനിലെ കുറച്ച് നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം വേണ്ട ഇപ്പോൾ അടുത്തതായിട്ട് എൻ്റെ അവസരമാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് വേണ്ട എന്നെ വിളിച്ചുകൊണ്ട് ഇതിനകത്തോട്ട് ഇറങ്ങിക്കുവാണ്. ഇനി അടുത്തതായിട്ട് എനിക്ക് പോകാനായിട്ടുള്ള പാരാഷൂട്ട് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അതേണ്ട ഒരാൾ വന്നിറങ്ങി. ഇപ്പോൾ ഈ പാരാഷൂട്ട് എനിക്ക് തരും, എന്നിട്ട് എന്നെ ഇതിനകത്ത് കയറ്റി വിടും. അങ്ങനെ വേണ്ട എനിക്കുള്ള പാരച്യൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരാൾ വന്ന് അങ്ങോട്ട് ഇറങ്ങിയതിന് ശേഷം വേഗം തന്നെ എന്നെ പിടിച്ച പാരച്യൂട്ടിനകത്ത് കെട്ടിയിട്ടിട്ട് വേണ്ട എന്നെയും വലിച്ചുകൊണ്ട് മുകളിലോട്ട് പോയിട്ട്. ഫ്രണ്ട്സ്, ഈ പാരാസൈലിംഗ് ഇപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഇരുന്ന് താഴെയിട്ടൊന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ പട്ടായ സിറ്റിയുടെ ആ ഒരു ബീച്ചിൻ്റെ ഫുൾ വ്യൂ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം എന്നെ ആകാശത്തിട്ട് വട്ടം കറക്കിയതിന് ശേഷം തേണ്ട എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിയാണോ? പേടിച്ചോണ്ട് അത്ര ഉണ്ടായിരുന്നോ? ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ തന്നെ പാരാസൈലിംഗ് ഒക്കെ ചെയ്തിട്ട് ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. കയറിയപ്പോൾ നല്ല പേടി ഉണ്ടായിരുന്നു, അതെങ്കിലും ഇല്ലെന്ന് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ കയറി കഴിഞ്ഞപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, കൊള്ളാം. ഫ്രണ്ട്സ്, ഇപ്പം പാരാസൈലിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേണ്ട അടുത്തതായിട്ട് ഇവിടെ അണ്ടർ വാട്ടർ വാക്കിങ്ങിനായിട്ട് പോവുകയാണ്.
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ തന്നെ ഇവിടെ അണ്ടർ വാട്ടർ വാക്കിങ് ചെയ്യാനായിട്ട് ഇവിടെ എത്തിയേക്കുവാണ്. ഈ ബോട്ടിനകത്ത് നിന്നാണ് നമ്മളെ കടലിന് അടിയിലോട്ട് തള്ളിവിടുന്നത്. ഇവിടെയും മാർക്ക് ചെയ്തേക്കുന്ന ആ ഒരു ഏരിയ കണ്ടില്ലേ, അതിനടിയിലാണ് നമ്മൾ ഈ അണ്ടർ വാട്ടർ വാക്കിങ് വരുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ വേണ്ട ഇവിടെ അണ്ടർ വാട്ടർ വാക്കിങ്ങിന് വേണ്ടി എത്തിയേക്കുവാണ്. ഇനി ഇവിടെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുള്ള വിഷ്വൽസൊക്കെ കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കടലിനടിയിൽ അണ്ടർ വാട്ടർ വാക്കിങ്ങിലുള്ള ഫോട്ടോസ്. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ വേണ്ട ഇവിടുത്തെ അണ്ടർ വാട്ടർ വാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണിത്. നല്ല രസമുണ്ടായിരുന്നു. വെള്ളത്തിനടിയിൽ മീനൊക്കെ ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെയുള്ള ഐറ്റം ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ചച്ചൻ്റെ? സൂപ്പർ. ഓ, ഇതേപോലത്തെ ഒരു എക്സ്പീരിയൻസ് വേറെ കിട്ടത്തില്ല. നീ കണ്ടോ കോറൽ ലൈനിൽ ഇവിടുന്ന് ആരും കോറൽസ് കിട്ടിയില്ലെന്ന് പറയുന്നത് തെളിവാണ്. ഞാൻ ഇവിടെ പോയി തപ്പി എടുത്തോണ്ട് വരുന്നതാണ്. അപ്പൊ നമ്മള് ഇവിടെ അടുത്ത ജെറ്റ് സ്കീയും ബനാന ബോട്ട് റൈഡിങ്ങിന് വേണ്ടി വന്നേക്കുവാണ്. അപ്പൊ ഇവിടെ ഒരു ചെരുപ്പ് ഒതുക്കി കളയാനുള്ള പരിപാടികളൊക്കെ നോക്കിക്കൊണ്ട് നടക്കുകയാണ്. എന്തോന്നടാ, ഇങ്ങോട്ട് വാ. ഫ്രണ്ട്സ്, അപ്പോൾ എനിക്ക് വേണ്ട ജെറ്റ് സ്കീയിൽ കയറാനായിട്ട് ഒരു അവസരം കിട്ടി. അങ്ങനെ വേണ്ട എന്നെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് ജെറ്റ് സ്കീ ഇവിടെ വന്ന് ഇപ്പോൾ ഉണ്ട്. അങ്ങനെ വേണ്ട ജെറ്റ് സ്കീ സ്റ്റാർട്ട് ചെയ്ത് എന്നായിട്ട് ജെറ്റ് സ്കീ കടലിലോട്ട് പോയി. പക്ഷേ ജെറ്റ് സ്കീയിലെ റൈഡ് അത്രയ്ക്ക് പേടിക്കാനായിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതിനകത്ത് പിടിച്ചിരുന്നാൽ മതി, അവർ അവിടെ കടൽ മൊത്തം നമ്മളെ കൊണ്ട് ചുറ്റി കറക്കിയിട്ട് തിരിച്ചു കൊണ്ടുവരും. ഫ്രണ്ട്സ്, അപ്പം ജെറ്റ് സ്കീയിലെ റൈഡൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണ്ട അടുത്തതായിട്ട് ബനാന ബോട്ടിലെ റൈഡിന് പോകാനായിട്ട് എല്ലാവരും വേണ്ട ബനാന ബോട്ടിൽ കയറി ഇരിപ്പുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പം വേണ്ട എല്ലാവരും ബനാന ബോട്ടിൽ കയറി റെഡി ആയതിനു ശേഷം വേണ്ട നമ്മളെയും വലിച്ചുകൊണ്ട് ബനാന ബോട്ട് കടലിനകത്തോട്ട് വേണ്ട പോകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവർ എന്നിട്ട് അവസാനം നമ്മളെ കൊണ്ടുവന്ന് വേണ്ട ഇവിടെ കടലിൽ മറിച്ചു. ഞാൻ വിചാരിച്ച് മറിച്ചൊന്നും വിടത്തില്ലായിരിക്കും, ഒട്ടും പ്രതീക്ഷിക്കാതെ കൊണ്ടുവന്ന് കടലിൽ അങ്ങ് തള്ളിയിട്ട് കേട്ടോ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ ഈ ബനാന ബോട്ടിലെ റൈഡ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ വാട്ടർ ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞിപ്പോൾ ഉണ്ട്. അതിനുശേഷം വേണ്ട ഇച്ചിരി നേരം കടലിൽ കിടന്ന് തലകുത്തി മറിയാന്ന് പറഞ്ഞ് വേണ്ട കടലിലോട്ട് ഇറങ്ങി ഒരു റീലൊപ്പിക്കാനായിട്ടുള്ള കഷ്ടപ്പാടുണ്ടോ ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയുള്ള നമ്മുടെ കോറൽ ഐലൻഡിലെ വിശേഷങ്ങൾ. കോറൽ ലൈനിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിവിടെ കടലിലൊക്കെ ഇറങ്ങി അർമാദിച്ച് അതിനുശേഷം നമ്മൾ ഇനി ബോട്ടിലേക്ക് പോവാണ്. ബോട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ചിട്ട് വേണം നമുക്ക് റൂമിലെത്താൻ. ബാക്കി കാഴ്ചകൾ കാണാം. അപ്പം കാഴ്ചകൾ കണ്ട് നമുക്ക് മതിയാവുന്നില്ല, എന്നാലേ നമുക്ക് തിരിച്ചു പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ശരിക്കും എൻജോയ് ചെയ്ത ഒരു ദിവസമായിരുന്നു പട്ടയ ബീച്ച്, കോറൽ ഐലൻഡ്സ്. നേട്ട തിരിച്ച് പട്ടായയിൽ എത്തിയപ്പോൾ ഇനി ഫുഡ് കഴിക്കാനൊക്കെ പോകണം. എവിടാ ഇത്? അങ്ങനെ പട്ടയ സിറ്റിയിലെ പകൽ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് യാത്ര ഇരിക്കുകയാണ്. ഇനി പട്ടയയിലെ നൈറ്റ് ലൈഫ് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് അറിയണ്ടേ. അതുമായിട്ട് വീണ്ടും വരാം. തായ്ലാൻഡ് മാർക്കിലെ ഒരു പ്രത്യേക ഐറ്റമാണ്. നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ എവിടെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പറയണം, കമൻ്റായിട്ട് ഇടണേ. പട്ടയയിലെ നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് ഒരു വേറിട്ട അനുഭവം തന്നെ ഫ്രണ്ട്സ്. അത് അനുഭവിച്ച് തന്നെ അറിയണം. തായ് മസാജിന് പേരുകേട്ട സ്ഥലം തന്നെ നമ്മുടെ പട്ടയ. ലൈവ് മസാജ് പാർലേഴ്സും പബ്ബുകളും ഡാൻസിങ് ബാസും ഒക്കെ കൊണ്ട് ഒരു ഓളം തന്നെ. ഇതൊക്കെ അനുഭവിച്ച് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്ന് നമ്മൾ കണ്ട് അനുഭവിച്ച് അറിയേണ്ട കാര്യങ്ങളാണ്. അടുത്തതായിട്ട് നമുക്ക് ഇച്ചിരി മുതലിറച്ചി കഴിച്ചാലോ, അതും ഗ്രില്ല്. മുതലത്തല ഉണ്ടോ? മുതലത്തല, നല്ല ഒന്നാം തരം മുതലത്തല. തല ഉണ്ടോ? ഒറിജിനൽ തല. പല്ലൊക്കെ കണ്ടോ എന്റെ? ഗ്രിൽ ഗ്രിൽ ഗ്രിൽ. ഇതാണ് മുതല ഗ്രില്ല്. മുതലെ പിടിച്ച് ഗ്രില്ല് ചെയ്ത് കഴിച്ചാൽ എങ്ങനെ ഇരിക്കും? ഇതാ ഒരു അസൽ മുതലയാണ്, തൊലി ഉരിഞ്ഞ് കിടക്കുന്നത്. കണ്ടില്ലേ, അതാണ്ട് ഗ്രില്ല് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. നോക്കിക്കോ. മുതലിറച്ചിയൊക്കെ കഴിക്കണമെന്നൊരു ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണോ താങ്കൾ? തീർച്ചയായിട്ടും വന്ന് കണ്ട് ആസ്വദിച്ച് കഴിക്കുക. നമ്മുടെ നാട്ടിലെങ്ങനെയാണെങ്കിൽ എപ്പോഴേ വനം വകുപ്പ് നമ്മളെ തൂക്കിയതിന് ഒരു രക്ഷയില്ല. ഗൈസ്, നമ്മൾ കരുതിയതുപോലെ മുതലിറച്ചി മാത്രമല്ല ഇവിടെ. മുതല കഴിക്കാത്തവർക്ക് നമുക്ക് കാടയിറച്ചി കഴിക്കാം. ഇതാ കണ്ടില്ലേ, നമ്മുടെ മുന്നിൽ കാട ഇങ്ങനെ കമ്പിൽ കൊരുത്ത് വെക്കുകയാണ്. ഇതാ നന്നായിട്ട് മൊരിയുന്ന എന്നാ ഒരു സ്മെല്ലാണെന്നറിയാലോ ഇവിടെ നടക്കുമ്പം തന്നെ. ഓ, അതാ ഈ കുഞ്ഞു കുരുവികളാണ്, ഈ കാടയാണ് ഇവരിവിടെ പൊരിക്കുന്നത്.
ഫ്രണ്ട്സ് അപ്പോൾ വേണ്ട പട്ടായയിലെ നൈറ്റ് ലൈഫ് ഒക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ വേണ്ട തിരിച്ച് റൂമിലോട്ട് നടക്കുവാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻറ്റ് നമ്മുടെ ഈ ഒരു കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട.